ഹലോ എവരി വൺ. ഇംഗ്ലീഷ് കറക്റ്റ് അല്ലേ? അതെ. നമ്മൾ ഈ അടുത്തൊന്നും ആ, ഇത്തരത്തിലുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീട് കണ്ടിട്ടില്ല കേട്ടോ. കാരണം താഴത്തെ പോർഷൻ ഫുള്ള് കേരള ട്രഡീഷണൽ ഡിസൈനിൽ വളരെ ചൈതന്യം, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉള്ളൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ്. മുകൾ ഭാഗത്തേക്ക് എത്തുമ്പോൾ എക്സ്ട്രീം ഈ ലേറ്റസ്റ്റ് മോഡേൺ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ചുറ്റുപാടും പരിസരമുള്ള നല്ല ക്ലീൻ ആയിട്ട് എടുക്കുന്ന നല്ലൊരു വീടാണ് കേട്ടോ. ക്യാമറയൊക്കെ ഉണ്ട് എല്ലാ ഭാഗത്തേക്കും. അപ്പുറത്തെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കണമെന്ന് അറിയാൻ പറ്റും. അത് പോട്ടെ, തമാശയ്ക്ക് പറഞ്ഞാണ്. ഫുൾ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ആഹാ, നല്ലൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു ഒരു ആംബിയൻസ് ആണ് ഈ ഫ്രണ്ടേജിലൊക്കെ നമുക്ക് വരുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഒരു കാരണവശാലും ഒരു കൊതുകും വീടിനകത്തേക്ക് കടക്കാൻ പാടില്ല എന്നുള്ള തരത്തിലാണ് കംപ്ലീറ്റ് മൊസ്കിറ്റോ നെറ്റ് എല്ലാ ഭാഗത്തും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ കിട്ടുന്നൊരു ഒരു ഒരു ആംബിയൻസ് ഉണ്ട് ചില വീടുകൾക്ക്. അത് ആക്ച്വലി ഇവിടെ വന്നപ്പോൾ കിട്ടിയിട്ടാ. ഭയങ്കര രസം. നല്ല ഫ്രാഗ്രൻസ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലീൻ ചെയ്തെടുക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി. ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ്, അറ്റാച്ച്ഡ് വാഷ്റൂം ഉള്ളത്. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ നടന്നങ്ങനെ പോകുമ്പോൾ ഇത് ഡൈനിങ് ഏരിയയാണ് വരുന്നത്. വലിയൊരു ഫ്രിഡ്ജ് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം സ്പേസ് എടുക്കുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അവിടെ. ആഹാ. ഇനി സെക്കൻഡ് ബെഡ്റൂമിലേക്ക് ഒന്ന് പോവാം. ഇവിടെയും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. വലിയ വാർഡ്രോബൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ആ സൈക്കിൾ വയ്ക്കാൻ പറ്റിയ സ്ഥലം, അടുക്കള. ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർ ഇവിടെ ഇല്ല, ബോംബെയിൽ സെറ്റിൽഡ് ആണ്. അപ്പോൾ വീട് അത്ര എന്താ പറയുക താമസമില്ല. അപ്പോൾ അതൊക്കെ നോക്കണ്ട. പിന്നെ ഈ കിച്ചൺ കണ്ടില്ലേ, ഫുള്ള് കബോർഡ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു സാധനം പുറത്ത് കാണില്ല, കംപ്ലീറ്റ് അകത്ത് വയ്ക്കാനുള്ള സ്ഥലം കബോർഡിലുണ്ട്. പുറത്തേക്ക് വരുമ്പോൾ ഒരു കോമൺ വാഷ്റൂം. അടുത്ത ഗേറ്റ് തുറന്നു. ഇത് അടുത്ത ഗേറ്റ്. ഇവിടെ കംപ്ലീറ്റ് ഗേറ്റ്. ഈ എറണാകുളത്ത് ശരവണ ഹോട്ടലുണ്ട്, അതിൽ വാഷ്റൂമിൽ പോയ പോലെയാണ്. അത്രയധികം ഡോറുകൾ കടന്ന് വേണം പോകാനായിട്ട്. ആ തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് സൈഡാണ്. നല്ലൊരു കിണർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ കറിവേപ്പില, തെങ്ങ്, പിന്നെ കുറേ കൃഷിയൊക്കെ അവിടെ ചെയ്ത് വരുന്നുണ്ടുള്ള സമയം കൊണ്ട് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനായിട്ട് മഴയത്താണെങ്കിലും നമുക്ക് വാഷ് ചെയ്യാൻ തരത്തിലാണ് ഇവിടെ ഷീറ്റൊക്കെ മേഞ്ഞ് സെറ്റാക്കിയിട്ടുള്ളത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ മുകൾ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് വർക്ക് നടന്ന് ഫിനിഷിങ് ആവുന്നേ ഉള്ളൂ. സീലിങ്ങിലൊക്കെ ഒക്കെ റെഡി ആയി വരുന്നുള്ളൂ. സീലിങ്ങിലത്തെ വർക്ക് കൂടി കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത്. വി ബോർഡിലാണ് അതിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ മോൾ ഭാഗം. എന്തായാലും കിച്ചനും ബെഡ്റൂംസും ഒക്കെ വേറെ റേഞ്ച് ആക്കിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ളൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ 5 സെൻറ്റ് സ്ഥലം, ടോട്ടൽ 1500 സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത്. നല്ല വെട്ടുകല്ല് പണിതിരിക്കുന്ന വീടാണ്. കുറച്ച് വർഷത്തെ പഴക്കമുണ്ട് താഴത്ത്. എന്നാൽ നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി. ഒരു ചോക്കിന്ന് വെറും 40 ലക്ഷമാണ്. കുന്നംകുളം ടൗണിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്ന നല്ല മെയിൻ റോഡിൻ്റെ ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് എത്താവുന്ന തരത്തിൽ നല്ലൊരു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. മനസ്സിന് വളരെ പീസ്ഫുള്ളായിട്ട് താമസിക്കാൻ തരത്തിലുള്ള നല്ലൊരു വീട്. അപ്പോൾ കുന്നംകുളം ഭാഗത്ത്, ഗുരുവായൂർ ഭാഗത്തേക്കും ഇവിടെ നല്ല ആക്സസ് ഉണ്ട്. കാരണം റോഡ് അത്രയും ബെസ്റ്റ് റോഡുകളാണ്. അത് കാരണം കൊണ്ട് ഏറ്റവും അടുത്തായിട്ട് കുന്നംകുളമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊരു വീട് നോക്കുന്നവർ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുക. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. താങ്ക് യു.